ഹായ് ഫ്രണ്ട്സ്, നമുക്കെങ്ങനെ ഒരു അടിപൊളി CV മൊബൈൽ വഴി തന്നെ ഉണ്ടാക്കാം എന്ന് നോക്കാം. പലപ്പോഴും നമ്മൾ നല്ലൊരു CVക്ക് വേണ്ടി പരക്കം പായുന്നവരായിരിക്കും അല്ലേ? എന്നാൽ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതെല്ലാം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ നല്ലൊരു CV ഉണ്ടാക്കുമ്പോൾ ആ CV കാണുമ്പോൾ തന്നെ ആ കമ്പനി ഇന്റർവ്യൂവിലേക്ക് വിളിച്ചിരിക്കണം. അങ്ങനെയുള്ള ഒരു CV ആയിരിക്കണം നമുക്ക് ഉണ്ടാക്കേണ്ടത്. സോ അത്തരത്തിലുള്ള ഒരു CV നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുന്നോടി ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളുടെ മുന്നിലും എത്തുന്നതായിരിക്കും. സോ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ക്യാൻവ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അവിടെ വെച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഓപ്പൺ ആക്കുക. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് CV ആണല്ലോ. CV ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ CV എന്ന് സെർച്ച് ബോട്ടിൽ സെർച്ച് ചെയ്യാം. CV. ഇപ്പം ഇവിടെ ഒരുപാട് CV നമുക്ക് കാണാം. ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടാനുസരണം അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് വെറൈറ്റീസ് ഇവിടെ കാണാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു CV ആണ് സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്കിതിൽ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ പ്രൊഫൈൽ പിക്ക് കൊടുക്കേണ്ട. അതിന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ആ പ്രൊഫൈൽ പിക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുശേഷം താഴെയുള്ള റീപ്ലേസ് എന്ന് കാണുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രൊഫൈൽ പിക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ പേരാണ് ഇവിടെ മാറ്റേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ആ പേരിലൊന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കാണുന്ന എഡിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ പേര് കൊടുത്ത് അതിനുശേഷം നമുക്ക് ആ പേരിലൊന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ കാണുന്ന ഏത് സ്റ്റൈലിൽ വേണം നമുക്കത് മാറ്റം വരുത്താം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കൊടുക്കുകയാണ്. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. നല്ലൊരു സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ പേര്. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായി ഏത് വേണമെങ്കിലും നമുക്ക് മാറ്റാം. ഇനി അതുപോലെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബ്ലാക്ക് വേണം ബ്ലാക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കളർ വേണമെങ്കിൽ നമുക്ക് റെഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് റെഡ് കൊടുക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അമേസിങ്. നമുക്ക് ഏത് സ്റ്റൈലിലും ഏത് കോലത്തിലും വേണമെന്നിട്ട് നമുക്ക് ഇതുപോലെ ചേഞ്ച് വരുത്താം. ഇനി ഞാനിവിടെ വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ളത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് മാറ്റാം. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് അതിനുശേഷം താഴെ കാണുന്ന ഓൾറെഡി ചെയ്ത് വെച്ചത് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് അവിടെയുള്ള ഡിലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട എക്സ്പീരിയൻസ് എന്താണെന്ന് കൊടുക്കാം. ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഞാൻ പുതിയ എൻ്റെ എക്സ്പീരിയൻസ് കൊടുക്കുകയാണ്. വർക്ക് ആസ് എ സെയിൽസ് എക്സിക്യൂട്ടീവ് ബഹ്റൈൻ പെട്രോൾകോ എന്ന് കൊടുക്കാം ഇവിടെ. ആൻഡ് ഫോർ ദ പീരീഡ് ഓഫ് 4 years എക്സ്പീരിയൻസ്. ഇനി താഴെ കാണുന്ന എഡ്യൂക്കേഷൻ ഹിസ്റ്ററി എന്നുള്ള സെലക്ട് ചെയ്തുകൊണ്ട് മുകളിലോട്ട് വെച്ച് അവിടെ നമുക്ക് വേണ്ടത് എക്സ്പീരിയൻസ് എന്താണോ അത് കൊടുക്കാം. ഞാനിപ്പോൾ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി എന്നുള്ള മാറ്റിക്കൊണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് കൊടുക്കുന്നു. ഇനി ആ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ കളർ താഴെ നിന്ന് നമുക്ക് ചേഞ്ച് വരുത്താം. ഏത് കളർ വേണമെന്നുണ്ടെങ്കിലും. ഇനി താഴെ കാണുന്ന ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചത് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് മുകളിലോട്ട് വെച്ച് അവിടെ നമുക്ക് വേണ്ട എന്താണോ അതവിടെ ടൈപ്പ് ചെയ്യാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ബേസിക് കമ്പ്യൂട്ടർ നോളജ് എന്തെങ്കിലും കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കൊടുത്തു തന്നുള്ളൂ. നമുക്ക് താഴെ കാണുന്ന സെലക്ട് ചെയ്തുകൊണ്ട് മുകൾ ഭാഗം വെച്ച് നമ്മുടെ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് കൊടുക്കാം. നമുക്ക് ഡ്രൈവിംഗ് ക്വാളിഫിക്കേഷൻസ് അങ്ങനെ ഒന്ന് കൊടുക്കാം. ഇനി അതിൻ്റെ ടെസ്റ്റ് ഒന്ന് സ്റ്റൈല് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് താഴെ കാണുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തുകൊണ്ട് മുകളിലോട്ട് വെച്ച് ഡ്രൈവ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് അവിടെ വേണ്ട നമ്മളെ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ കൊടുക്കാം. ഡ്രൈവിംഗ് പരമായിട്ടുള്ള ഇവിടെ ഇപ്പോൾ ഹോൾഡർ ഓഫ് വാലിഡ് ഇന്ത്യൻ 4 wheel 2 wheel ഡ്രൈവിംഗ് ലൈസൻസ് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കൊടുത്തുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ഒരുവിധം എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഒരുവിധം CV ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൊഫൈൽ പിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ആ പ്രൊഫൈലിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട്
അത് ഡിലീറ്റ് ചെയ്യുക. ഓൾറെഡി ഉള്ളത് ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഉള്ളൊരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുന്നു. അത് നമുക്ക് എത്ര വേണമെങ്കിൽ സൂം ഔട്ട് സൂം ഇൻ ചെയ്യണമെന്നിട്ട് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ കളർ വേണം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് റെഡ് വേണം, റെഡ് ചെയ്യാം. ഫിസ്റ്റ ഏത് കളർ വേണം, പിങ്ക് ഏത് കളർ വേണം നമുക്ക് നമ്മളനുസരിച്ചിട്ട് ചെയ്യാം. ഇനി നമ്മുടെ CV ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യണം അത് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഇത്രയേ വെച്ചിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് ആഡ് ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് PDF ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതങ്ങനെ നിങ്ങളെ ഏതെങ്കിലും കമ്പനിക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് വേണം, വാട്സപ്പ് വഴി വേണം, എങ്ങനെ നിങ്ങൾക്ക് ഷെയറും ചെയ്യാം. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ കാണുന്ന ഈ ഏറോ മാർക്ക് ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം വാട്സപ്പിലേക്കാണെങ്കിൽ വാട്സപ്പ് ഇതുപോലെ നമുക്ക് വാട്സപ്പ് ഷെയർ ചെയ്യാം. ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇനി അടുത്തത് ഇനി ഡൗൺലോഡ് എന്നുണ്ടെങ്കിൽ ഈ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇതിൽ JPG ഉണ്ട്, PNG, PDF സ്റ്റാൻഡേർഡ്. അപ്പോൾ നമ്മൾ ഈ PDF എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഡൗൺലോഡ് കൊടുക്കുക. നോക്കപ്പോൾ എവിടെയുള്ളതെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ഫയലിൽ പോയി ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് അവിടെ മുകളിൽ തന്നെ കാണാം ഞാൻ ചെയ്തു വെച്ച് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് ഇവിടെ ഉണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. നമ്മളത് ആർക്കെങ്കിലും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഷെയർ PDF ഫയൽ. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്, വേറൊരു സ്കാനർ ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാനത് അതിൻ്റെ ലിങ്ക് തരുന്നതായിരിക്കും. വാട്സപ്പിൽ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ആ PDF ഫയൽ ഞാൻ ഇതിലോട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ, വെരി സിമ്പിളാണ്. നിങ്ങൾക്ക് ഏത് സ്റ്റൈലിൽ നിങ്ങൾക്ക് ഇതുപോലെ CV ഉണ്ടാക്കാൻ കഴിയും. ഏത് കളർഫുള്ള്, ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ, ഏത് കളറിലും ഏത് മോഡലിലും ഏത് തരത്തിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വയ്ക്കാം, അവിടെ വെച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ മറ്റൊരു വിലപ്പെട്ട അറിവുമായി നെക്സ്റ്റ് ടൈം. ഗുഡ് ബൈ.